വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മളത് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഒരു നാടൻ അവിയൽ. നോക്കാം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ അവിയൽ. നാടൻ അവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവിയൽ ഉണ്ടാക്കാറുണ്ട്. അത് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ്, ബീൻസ്, കായ, ചേന, പയർ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അവിയലുണ്ടാക്കുന്നത്. പക്ഷെ 4 പച്ചക്കറി ചേർന്ന് കഴിഞ്ഞാൽ അവിയലാവുന്നതാണ് കേട്ടോ നമ്മുടെ പണ്ട് കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. 4 പച്ചക്കറി ഏതെങ്കിലും 4 പച്ചക്കറി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അവിയലുണ്ടാക്കാത്രേ. പക്ഷേ നമ്മളുടെ എല്ലാപ്പോഴും വെജിറ്റബിളൊന്നും കയ്യിലുണ്ടാവുമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ നാട്ടിലും പുറത്ത് പറയും ഇത് കാട്ടവിയലാണെന്ന്. കാട്ടവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്ന പച്ചക്കറികൾ നമ്മുടെ തൊടിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഏറ്റവും പെട്ടെന്ന് കിട്ടാവുന്ന കുറച്ച് വെജിറ്റബിൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു അവിയൽ വയ്ക്കും. അതിനാണ് ഞങ്ങൾ കുഞ്ഞിലേക്ക് ഞങ്ങൾ അമ്മയോട് തമാശ പറയുമായിരുന്നു, ഇതെന്ത് കാട്ടവിയലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. പക്ഷേ ഇന്നാണ് അത് മനസ്സിലായത്, അത് എത്രത്തോളം ശരീരത്തിന് ഗുണമുള്ള കാര്യങ്ങളായിരുന്നു അതിനകത്ത് ചേർത്ത് തന്നിരുന്നത് എന്നുള്ള കാര്യം പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലത്തെ ഒരു കാട്ടവിയൽ അല്ലെങ്കിൽ നാടൻ അവിയൽ എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു ക്യാരറ്റ് എടുത്തു, ചെറിയൊരു കപ്പങ്ങ ചെറുതാക്കി അതും ഒരു ചെറിയ കപ്പങ്ങ കിട്ടി, താളിൻ്റെ തണ്ട് കിട്ടി, നോക്കിക്കഴിഞ്ഞപ്പോൾ 2-3 പയർ അതിനകത്ത് ഉണ്ടായി കിടപ്പുണ്ട്, മുരിങ്ങാക്കോലുണ്ടായിരുന്നു, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് ചക്കക്കുരു, ഇതും ഉണ്ടായിരുന്നു. അത് ഇത്രയും വെച്ചിട്ട് ഒരു അവിയൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ആദ്യം വെജിറ്റബിൾ എല്ലാം എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതാദ്യം എല്ലാം എടുത്ത് അതിനകത്ത് തൊലി കളഞ്ഞ്, ഈ ചെമ്പിൻ്റെയൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് അങ്ങനെ ഒടിച്ച് കളയാൻ പറ്റും. അതുപോലെ ഒടിച്ച് കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്ത് അതെല്ലാ പച്ചക്കറികളും ഞാൻ വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നാടൻ ചട്ടിയിലൊക്കെ അല്ലെങ്കിൽ കൽച്ചട്ടിയിൽ, ഇത് രണ്ടിലൊക്കെ അവിയൽ വയ്ക്കാനാണ് എപ്പോഴും ടേസ്റ്റ്. കുക്കറിലൊന്നും വെച്ചാൽ ആ ഒരു രുചി ഉണ്ടാവില്ല. 2-3 പച്ചമുളകുകൾ കീറിയിട്ടു, ഗ്യാസ് ഓൺ ചെയ്തു. അതിനുശേഷം അവിടെ ഗ്യാസ് വച്ചതിന് ശേഷം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി തൂകി, മുളക് പൊടി പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്താൻ പാകത്തിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഉപ്പ്, അതൊക്കെ ടേസ്റ്റ്, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ ഒരു രുചിക്ക് അനുസരിച്ച് നമ്മുടെ ഒരു കളറിനനുസരിച്ച് വേണം കേട്ടോ. ഇത് ഇത്ര ടീസ്പൂൺ അതൊന്നും ഞാൻ പറയുണ്ടാവില്ല, കാരണം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഒരു കൈപ്പാകമുണ്ട്. അത് വെച്ചിട്ട് ഇത് രണ്ടും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ശേഷം തേങ്ങ, ജീരകം, ഉള്ളി, ചെറിയ ഉള്ളി, ഇതാണ് ഇതിനകത്ത് കൂട്ടെന്ന് പറയുന്നത്. ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തു, കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2-3 ചെറിയ ഉള്ളി. അതാദ്യം ജീരകവും ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. അത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണേ നല്ലതാണ്. അതിനുശേഷം ബാക്കി ഉള്ള തേങ്ങ എല്ലാം കൂടി മിക്സിയിലേക്കിട്ട്, ഇത് അരയ്ക്കരുത് ഒരിക്കലും. അവിയലിനൊരിക്കലും നമ്മൾ തേങ്ങ നാളികേരം ഒരിക്കലും അരയ്ക്കില്ല. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യുള്ളൂ. ഒന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിയാവും. ഒന്നുകൂടി ശരിയായിട്ടില്ല, ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ വിചാരിച്ചൊരു പരുവത്തിലേക്ക് എത്തി. നമ്മൾ മൂടി തുറന്ന് നോക്കുന്നു, പച്ചക്കറി എന്തായി എന്നുള്ളത്. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്, ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അതൊന്നുകൂടി ഈ അവിയലിനാകുമ്പോൾ ചെറുതായിട്ട് അതുപോലെ കിടന്നാൽ ഭംഗിയില്ല. അതിനുശേഷം നമ്മളൊരു പുളി, ഒരു നാരങ്ങ വലിപ്പത്തിലല്ല, കുറച്ച് നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളി എടുക്കുന്നു. അത് നന്നായിട്ട് എടുക്കാൻ പാകത്തിന് അവിടെ വയ്ക്കുന്നു. നോക്കി ഒന്നുകൂടി നമ്മൾ മൂടി തുറന്ന് നോക്കുന്നു. യെസ്, വെന്തിട്ടുണ്ട്. ആ പുളി നമ്മൾ അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുന്നു. നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് അതൊന്നുകൂടി ചേർത്ത് വെച്ച് ഒന്നുകൂടി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മാക്സിമം കഴിയുമ്പോൾ ഈ പരുവത്തിലായി. ചിലർക്ക് ഈ സമയത്താണ് നമുക്ക് വെള്ളം കൂട്ടണമെങ്കിൽ കൂട്ടാം, ഒന്നുകൂടി ഡ്രൈ ആക്കണമെങ്കിൽ ചിലർക്ക് വെള്ളമുള്ള അവിയലായിരിക്കും, ചിലർക്ക് ഡ്രൈ ആയിട്ട് അവിയലായിരിക്കും ഇഷ്ടം. എനിക്ക് ഇവിടെ ഈ പാകമാണ്. ബാക്കിയുള്ള തേങ്ങ, ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ എല്ലാം കൂടി നമ്മളിതിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇനിയാണ് നന്നായിട്ട് ഈ തേങ്ങ എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുന്നു. ഈ ഒരു ഇതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടത്. ഈ സമയത്താണ് ഞാനിവിടെ മുളക് പൊടി യൂസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു കളറേ, ഈ മഞ്ഞ കളർ അടിക്കാൻ മിക്കവാറും ഇഷ്ടമല്ല. ഒരു റെഡ് കളറോട്, ചെറിയ റെഡ് കളറാണ് എപ്പോഴും അവിയലിനൊരു ഭംഗി. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് മുളക് പൊടി അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നു. ഒരു 1/2 ടീസ്പൂൺ, മാക്സിമം അത്രയൊക്കെ മതി. കാരണം അവിയലെന്ന് വെച്ചാൽ ഭയങ്കര എരിവുള്ളൊരു കറിയൊന്നുമല്ല.
പച്ചമുളകിൻ്റെ ഒരു എരിവ്, ബാക്കി നമ്മുടെ ഇതിൻ്റേത്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടുന്നു. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ, നാടൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എല്ലാം കൂടെ കൂടി ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ച്, ഇനി ഇതിൻ്റെ മണം പോകാതെ നമ്മൾ അടച്ച് വയ്ക്കുന്നു.